പ്രിയപ്പെട്ടവരെ നമസ്കാരം. നമ്മുടെ ഉള്ളിലേഹ്യത്തിന്റെ ഗംഭീരമായ വിജയത്തിന് ശേഷം അജൂസ് വേൾഡ് അഭിമാന പുരസ്സരം കാഴ്ചവെക്കുന്നു. അജൂസ് വേൾഡ് മിൽനട്സ്. അജൂസ് വേൾഡ് കുടുംബത്തിൽ നിന്നും അടുത്ത പ്രോഡക്റ്റ് ഇറങ്ങിയിരിക്കുകയാണ്. മിൽനട്സ് എന്ന് ഞാൻ പറഞ്ഞിട്ട് തന്നെ നിങ്ങൾ പലവട്ടം കേട്ടിട്ടുണ്ടായിരിക്കും. ഞാൻ ഒരു 2-3 മാസമല്ല അതിലധികമായിട്ട് ഞാൻ കഴിക്കുന്നതാണ്. ചേട്ടന് വല്ലതും പറയാണ്ട്. നീ കഴിക്കുന്ന സാധനമാണ്, സരിത കഴിക്കുന്ന സാധനമാണ്. എനിക്കും കഴിക്കാട്ടാ, പറഞ്ഞു. ചേട്ടൻ കഴിക്കാറുണ്ട് ഇടവിട്ടുള്ള ദിവസങ്ങളിൽ. ഞാൻ ഇന്നാള് ഒരു ദിവസം കഴിക്കുന്ന കാണിച്ചില്ലേ, ഓട്സ് ഇട്ടിട്ട് ഉപ്പുമാവ്. അപ്പം ഒരു ദിവസം ഓട്സ് ആണെങ്കിൽ പിറ്റേ ദിവസം മിൽനട്സ്, അങ്ങനെയാണ് കഴിക്കാറ്. അപ്പം എനിക്ക് ഈ പ്രോഡക്റ്റ് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ഇത് കഴിക്കാൻ തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ വെയിറ്റും നന്നായിട്ട് കുറഞ്ഞു. ഞാൻ ചോറ് ഒഴിവാക്കിയിട്ട് ഇതാ കഴിച്ചേ. അപ്പോൾ ഞാൻ ഡോക്ടറുടെ അന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അജൂസ് വേൾഡിൻ്റെ പേരിൽ ഇറക്കാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു പിന്നെന്താ ഇറക്കിക്കോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ വേണ്ടാന്ന് പറഞ്ഞു. പക്ഷേ ഡോക്ടർ ഇങ്ങോട്ട് പറഞ്ഞു ഇത് ഇറക്കിക്കോ എന്ന് പറഞ്ഞിട്ട്. അപ്പം അങ്ങനെ ഞങ്ങൾ ഇറക്കിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് 500 ഗ്രാമിൻ്റെ ബോട്ടിലും ഇത് 750 ഗ്രാമിൻ്റെ രണ്ട് തരത്തിലാണ് ഇറക്കാൻ പോണത്. ഇനിയിപ്പോൾ ആദ്യം ചെയ്യാൻ പോണത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുകൊണ്ട് സരിതരെ ആ ഫുഡിൽ അതുണ്ടാക്കുന്നത് കാണിക്കും. അത് കഴിഞ്ഞിട്ട് ഇതെങ്ങനെ ഉണ്ടാക്കുന്നു എന്നുള്ളത് നമ്മൾ മറ്റേ SBMൻ്റെ ശ്രീദേവി ഡോക്ടറെ അവിടെ പോയിട്ട് നമ്മൾ കാണിക്കും. അപ്പോൾ നമുക്ക് രണ്ടും കാണാം. അപ്പോൾ ഈ മിൽനട്സ് വെച്ചിട്ട് ഒരു ഉപ്പുമാവ് കുറേ സാധനങ്ങൾ ഉണ്ടാക്കാൻ പറ്റുമെന്ന് പറയുന്നുണ്ട്. ഞാൻ വേറെ ഒന്നും പരീക്ഷിച്ചിട്ടില്ല. ഞാൻ ഇങ്ങനെ തന്നെ ഉണ്ടാക്കി കഴിക്കാറുണ്ട്. അപ്പോൾ അതാണ് കാണിക്കണത്. അപ്പം ഞാൻ രാവിലെ നേരെ ഓട്സ് കൊണ്ട് ഉപ്പുമാവ് ഉണ്ടാക്കിയാണെങ്കിൽ കാണിച്ചില്ലേ, ഈ ഓട്സും പിന്നെ ഇതാണ് ഞാൻ ഉപയോഗിച്ചു തുടങ്ങുന്നത്. ഞാനിപ്പോൾ ഉപയോഗിച്ചിട്ട് ഇത് 2ാമത്തെ ബോട്ടിലാണ്. ഇത് കഴിഞ്ഞു വേണ്ട ഇത്രയും. ഇനിയിപ്പോൾ ഇവിടെ അങ്ങോട്ട് ഇതപ്പോൾ SBMൻ്റെ ആണ് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ ഉപയോഗിക്കാം. അപ്പോൾ പാത്രം ചൂടായാൽ വെളിച്ചെണ്ണ ഒഴിക്കുന്നു. കുറച്ച് കടുകിടും. ഒന്നുകിൽ ഒരു വറ്റൽമുളക് ഇടും, ഇത് കടുക് പൊട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അല്ലെങ്കിൽ ഞാൻ 2 പച്ചമുളക് ഇടും. അതും അല്ലെങ്കിൽ മുളക് ഇടില്ല. ചിലപ്പോൾ തോന്നും മുളക് ഇടണ്ടെന്ന് തോന്നും, അപ്പോൾ ഇടില്ല. ഒക്കെ നമ്മുടെ ഇഷ്ടം. വേപ്പില ഇട്ടു കേട്ടോ. എന്നിട്ട് സബോള, ഒരു കുഞ്ഞിയ സബോള, അതും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി ഇട്ട് ചോപ്പറിലിട്ട് വലിക്കും. പൊടിയായിട്ട് അരിയും, അതിടും. ഇത് നന്നായി തീ കൂട്ടി വെച്ചിട്ട് ഇങ്ങനെ 2 ഇളക്കി കഴിഞ്ഞാൽ ഒരു ക്യാരറ്റ് ഇതുപോലെ ചോപ്പറിൽ തന്നെ ഇട്ടിട്ട് ഒന്ന് വലിച്ചിട്ട് പൊടിയായിട്ട് അരിഞ്ഞത് അതിടും. അതിലേക്ക് ഈ ഫ്രോസൺ ഗ്രീൻ പീസ് ഇല്ലേ, അത് ഇടും. ചിലപ്പോൾ ചോളം ഇടാറുണ്ട് കേട്ടോ. ചോളം വാങ്ങിച്ചു കൊണ്ടുവന്ന് വെക്കി. ഇങ്ങനെ സൂപ്പർ മാർക്കറ്റിൽ നിങ്ങൾക്ക് കിട്ടില്ലേ കവർ ചെയ്തിട്ടുള്ളത്, അതിവിടെ കൊണ്ടുവന്നതിന് ശേഷം അതുമെന്ന് ഇങ്ങനെ ഉരിഞ്ഞിട്ട് ഒരു ചെപ്പിലാക്കി അടച്ചു വെക്കും. അപ്പം അതില്ലേ കഴിഞ്ഞു. അപ്പം അതുണ്ടെങ്കിൽ അതൊരു പിടി അതിടാറുണ്ട്. ഒന്ന് നല്ല തീ കൂട്ടി വെച്ചിട്ടാട്ടാ ചെയ്യുക. ഉപ്പിടും. ഇത്രയ്ക്കാക്കുള്ളൂ കേട്ടാ. ഇതിങ്ങനെ ഭയങ്കരമായിട്ട് വേവിക്കാനൊന്നും നിൽക്കില്ല. ഇത്രയും. പക്ഷേ പച്ചക്കുത്തൊന്നും ഉണ്ടാവില്ല കഴിക്കുമ്പോൾ. ഇനി തീ കുറച്ച് വെച്ചിട്ട് ഈ സമയത്ത് മിൽനട്സ് ആണെങ്കിൽ മിൽനട്സ് 1.5 വീതം ഞാൻ കഴിക്കാറ്. മിൽനട്സ് ആണെങ്കിൽ അത്, അല്ലെങ്കിൽ ഓട്സ്, ബാക്കി എല്ലാം സെയിമാണ്. ഈ സമയത്താണ് ഇടുക. മിൽനട്സ് ഒരാൾക്ക് കഴിക്കാനാണെങ്കിൽ 2 സ്പൂൺ മതി കേട്ടോ. അത് വേണ്ട, നല്ലോണം നിറച്ച് 2 സ്പൂൺ ഇട്ടു. ഇത്ര കഴിച്ചാൽ മതി നമുക്ക്. ഇത്രയാണ് ഞാൻ കഴിക്കാറ്. ഇതിനെ മിക്സ് ചെയ്യും. ഇതിനൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു ലേശം വെള്ളം തെളിക്കും. ഇതല്ലാതെ ഒരുവിധം വെന്തിട്ടുള്ള സാധനങ്ങളാണ്. അപ്പോൾ കുറച്ച് വെള്ളം ഇങ്ങനെ തെളിച്ചിട്ട് എനിക്ക് ഇത്രയ്ക്ക് കഴിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ചേട്ടനും കൂടിയും ഇത് വേണമെന്ന് പറയണ ദിവസം ഇതൊക്കെ ഇതിൻ്റെ ഇരട്ടിയെടുക്കും. എന്നിട്ട് 4 സ്പൂൺ ഈ പൊടി ഇടും. ഇതിന് പകരം ഓട്സ് കൊണ്ട് ഉണ്ടാക്കണ ദിവസമാണെങ്കിൽ 4 സ്പൂൺ ഓട്സ് ഇടും. ഇതിപ്പോൾ 2 സ്പൂൺ മിൽനട്സ്. അപ്പം നമുക്ക് ഒരു ബോട്ടിൽ കുറേ നാളത്തേക്ക് ഉണ്ടാവും. അപ്പം ഇത്രയൊക്കെ ഇട്ട് ഇതൊന്ന് മൂടി വയ്ക്കും. ഒരു 5 മിനിറ്റ് മതി. 2-3 മിനിറ്റിൻ്റെ ആവശ്യമുള്ളത്. ഞാൻ തീ ഓഫ് ചെയ്തു കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടത്. എനിക്കിഷ്ടമാണ്, ചേട്ടനും ഇഷ്ടമാണ്. ഇനി മറ്റുള്ളവരുടെ കാര്യം എനിക്ക് അറിയില്ല. നമുക്ക് ഇഷ്ടമുള്ള റെസിപ്പികൾ ഇത് വെച്ചിട്ട് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ സരിതയുടെ ഫുഡ്. ഇത് ഭയങ്കര ടേസ്റ്റാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ല ഹെൽത്തിയുമാണ്. ഇതാണ് രാവിലെ കഴിക്കാറ് കേട്ടോ, കുറച്ച് നാളുകളായിട്ട്.
ഞാൻ പെട്ടെന്ന് വെയിറ്റും കുറഞ്ഞു. 53 കിലോന്ന് 50ലേക്ക് എത്തി. ഒരു 5-8 മിനിറ്റ് വേണ്ടി സാധനം ശരിയാക്കാനായിട്ട്. ഇവിടെ ചാടപ്പെടുന്ന ശരിയാക്കണതാണ് കേട്ടോ, പെട്ടെന്നാവും. അപ്പം ഇനി ഈ സാധനം നമ്മുടെ ഈ മിൽ നട്ട്സ് എങ്ങനെയാണ് കമ്പനിയിൽ ഉണ്ടാക്കണമെന്നുള്ളത് നമുക്ക് ഇനി കാണാം കേട്ടോ. അപ്പം മിൽ നട്ട്സിൻ്റെ ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് കാണിച്ചു തരാൻ പോണത്. അപ്പം മിൽ നട്ട്സ് എന്ന് പറയുന്ന ആ പേരിൽ തന്നെ ഉണ്ട് മില്ലറ്റ്സും നട്ട്സും കൂടി ചേർന്നിട്ടാണ് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് വരുന്നത്. ഡോക്ടർക്ക് ഞാൻ പറഞ്ഞിട്ടില്ലേ, ഡോക്ടർക്ക് ഇങ്ങനെ ഇതിന് പേരിടാൻ ഭയങ്കര കഴിവാണ്. ശരിക്കും നട്ട്സും മില്ലറ്റ്സും പൾസസും ഉണ്ട്, എന്നാലും പിന്നെ മിൽ നട്ട്സ് എന്നുള്ള കേൾക്കാൻ രസമുണ്ട്. അതുകൊണ്ടാണ്. അപ്പൊ ഇത് പറഞ്ഞു തരും ഡോക്ടർ, പറഞ്ഞു തരും. ഇതില് ഉള്ളത് കുറച്ചെണ്ണം നമ്മൾ വറുത്ത് പൊടിക്കുന്നതാണ്, കുറച്ച് മുളപ്പിക്കുന്നതും. ഇതെല്ലാം മുളപ്പിക്കുന്ന വർഗ്ഗങ്ങളാണ് ഇതിലെല്ലാം. അപ്പൊ ഇതിൽ മില്ലറ്റ്സ് അല്ല, പൾസസും മില്ലറ്റ്സും. അപ്പൊ മില്ലറ്റ്സില് നമ്മൾ ബാജ്ര, പിന്നെ അതുപോലെ തന്നെ ഫോക്സ് ടെയിൽ മില്ലറ്റ്, അതായത് തെന എന്ന് പറയുന്നത്, പിന്നെ ബാണിയാട് മില്ലറ്റ് എന്ന് പറയുന്നത് ഈ കവടപ്പുല്ല് എന്ന് പറയുന്ന ഇതാണ് ബാണിയാട് മില്ലറ്റ്, പിന്നെ റാഗി, പിന്നെ ചാമ ലിറ്റിൽ മില്ലറ്റ് എന്ന് പറയുന്നത്, പിന്നെ പല്ലുചോളം. അത്ര സാധനങ്ങൾ നമ്മൾ മുളപ്പിക്കല്ല, അതെല്ലാം മില്ലറ്റ്സ്. പിന്നെ മുതിരയും ചെറുപയറും സൂചി ഗോതമ്പും ഉണ്ട്, അത് മുളപ്പിക്കും നമ്മള്. അത് മില്ലറ്റ്സ് അല്ലാന്ന്, പൾസസ് ആണ്. ഇത് പൾസ് അല്ല, എന്നാലും അരി ഇതില് ധാന്യത്തിൽ പെടുന്ന ഗ്രെയിൻ ആണ്. പക്ഷെ ഇതെല്ലാം നമ്മൾ മുളപ്പിച്ചിട്ടാണ് എടുക്കുന്നത്. പിന്നെ ഗുണം ഇരട്ടിയാവുമല്ലോ അല്ലേ? അങ്ങനെയല്ല, അതില് സംഗതി എന്താണെങ്കിൽ ഈ മില്ലറ്റ്സ് വളരെ ഹെൽത്തി ആണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. അപ്പൊ എല്ലാവരും ഇപ്പൊ മില്ലറ്റ്സ് കഴിക്കാനും തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇതിൽ ഏറ്റവും പ്രശ്നം എന്താ വെച്ചാൽ, പലരും എന്ന് പറയുന്നത് കേൾക്കാം, മില്ലറ്റ്സ് കഴിക്കുമ്പോൾ ബ്ലോട്ടിങ് വരുന്നു, ഗ്യാസ് വരുന്നു, ദഹിക്കുന്നില്ല, ചിലർക്ക് ലൂസ് മോഷൻ വരും, ചിലർക്ക് മലബന്ധവും വരും. അതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലടങ്ങിയിരിക്കുന്ന ഫൈറ്റിക് ആസിഡ് ആണ് ഈ മില്ലറ്റ്സിൽ. ഈ ഫൈറ്റിക് ആസിഡിന്റെ ഒരു പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, അത് ദഹനത്തിനെ വളരെ സ്ലോ ആക്കും. അതിൻ്റെ ഒപ്പം തന്നെയുള്ള ഒരു പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, മറ്റ് വൈറ്റമിൻസിൻ്റെയും മിനറൽസിൻ്റെയും അബ്സോർപ്ഷനെ അത് കുറയ്ക്കും. അപ്പൊ ആ രീതിയിലൊരു വില്ലൻ എന്ന് പറയാം. ഫൈറ്റിക് ആസിഡ് വളരെ നല്ല ആന്റി ഓക്സിഡന്റ് തന്നെയാണ് അത്, പക്ഷെ അതിന് ഇങ്ങനെ ഒരു ദോഷം കൂടി ഉണ്ട്. അപ്പോൾ ഇതിനുള്ള ഏറ്റവും നല്ല വഴി, അതായത് ഈ ഫൈറ്റിക് ആസിഡ് കണ്ടന്റിനെ കുറയ്ക്കാനും ഈ മിനറൽ വൈറ്റമിൻസിൻ്റെ ഒക്കെ അബ്സോർപ്ഷൻ കൂട്ടാനുമുള്ള ഏറ്റവും നല്ല വഴി എന്ന് പറഞ്ഞാൽ വെള്ളത്തിലിട്ട് കുതിർത്ത വെള്ളം കളഞ്ഞ് അതിനുശേഷം മുളപ്പിക്കുക എന്നുള്ളതാണ്. വെള്ളത്തിലിട്ട് കുതിർത്താൽ തന്നെ അതിൻ്റെ പ്രശ്നം തീരും. ഒരു 6-7 മണിക്കൂറൊക്കെ കുതിർത്ത് കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുതിർത്ത് അതിനെ മുളപ്പിക്കും. മുള പൊട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിന് പ്രശ്നമില്ല, പിന്നെ അവർക്ക് ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പം അതിൻ്റെ ഇതിലടങ്ങിയിരിക്കുന്ന എല്ലാ വൈറ്റമിൻസും മിനറൽസും എല്ലാം ഉണ്ട്. പക്ഷെ എന്ത് കാര്യം, അത് അബ്സോർബ് ചെയ്തില്ലേ കാര്യമില്ലല്ലോ. അപ്പൊ അബ്സോർപ്ഷനെ കുറയ്ക്കുന്ന ഫൈറ്റിക് ആസിഡിന്റെ കണ്ടന്റിനെ നമ്മൾ ഡിസോൾവ് ചെയ്ത് കളയാൻ വേണ്ടിയിട്ടാണ് ഇതിനെ മുളപ്പിക്കുന്നത്. നമ്മൾ എന്ത് ചെയ്യും, മുളപ്പിച്ചിട്ട് ഉണക്കും, അത് കഴിഞ്ഞ് വറുക്കും, വറുത്ത് പൊടിക്കും. അങ്ങനെയാണ് ഈ മിൽ നട്ട്സ് ഉണ്ടാക്കുന്നത്. അപ്പൊ ആ സമയത്താണ് ഈ സംഗതികളൊക്കെ നമ്മൾ വറുക്കുന്ന സമയത്ത് മാത്രമാണ് ഇതെല്ലാം ചേർക്കുള്ളൂ. അതായത് ബദാം, കശുവണ്ടി, അതുപോലെ തന്നെ മത്തന്റെ കുരു, എള്ള്, അതുപോലെ തന്നെ സൺഫ്ലവർ സീഡ്സ്, ബാർലി നമ്മൾ അരിയായിട്ടാണ് ചേർക്കുന്നത്. അപ്പൊ ബാർലി നമ്മൾ മുളപ്പിക്കുന്നില്ല, ഇത് വറുത്ത് പൊടിക്കുന്നതിന്റെ കൂടെ ചേർക്കും. ഇതുമെല്ലാം വറക്കും. ഇതിൽ സാധാരണഗതിയിൽ നമ്മൾ പറയുമ്പോൾ മില്ലറ്റ്സിൽ ബാർലിയും റാഗിയും വലിയ പ്രശ്നമില്ല. ഈ ബാർലിയും റാഗിയും അതുപോലെ ചാമയും, ഈ മൂന്നും കുറച്ച് ഡൈജഷന് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കാത്തതാണ്. ബാക്കിയുള്ളതാണ് എപ്പോഴും. ഇപ്പൊ പയറ് നമ്മൾ പറയണ്ടല്ലോ, ചെറുപയറും മുതിരയൊക്കെ ഗ്യാസ് പ്രശ്നം ഉണ്ടാക്കും. അപ്പൊ അതില്ലാതിരിക്കണമെങ്കിൽ ഇതുപോലെ മുളപ്പിച്ച് വറുത്ത് പൊടിച്ചു കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ല. കറി വെക്കുമ്പോൾ അങ്ങനെ തന്നെ മുളപ്പിച്ച് കഴിച്ചാലും ചിലർക്ക് ഗ്യാസ് പ്രോബ്ലം ഉണ്ടാവും, ഗ്യാസ്ട്രൈറ്റിസ് ഒക്കെ ഉണ്ടാവുന്നുണ്ട് ചിലർക്ക്. പക്ഷെ അത് വറുത്ത് പൊടിച്ചാൽ, മുളപ്പിച്ചിട്ട് ഉണക്കി വറുത്ത് പൊടിച്ചാൽ ഒരു ദോഷവും ഒരു പ്രശ്നവും ഇല്ലാണ്ട് കഴിക്കാൻ പറ്റും. ചെറിയ കുട്ടികൾക്കൊക്കെ കുറുക്കായിട്ടൊക്കെ കൊടുക്കുമ്പോഴേക്കേ അങ്ങനെയാണ് നല്ലത്. ചെറുപയറൊക്കെ കൊടുക്കുന്നവർ ആ രീതിയിൽ കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പൊ ഇത് ഡയറ്റിംഗ് ചെയ്യുന്നവർക്ക് മാത്രമല്ല, ചെറിയ കുട്ടികൾക്ക് കുറുക്കി കൊടുക്കാം. നമ്മുടെ മിൽ നട്ട്സ് ചെറിയ കുട്ടികൾക്ക് കുറുക്കി കൊടുക്കാം, വയ്യാതെ കിടക്കുന്ന ആളുകൾക്ക് കുറുക്കി കൊടുക്കാം, ഡയറ്റിങ്ങിനുള്ള ആളുകൾക്ക് ഉപയോഗിക്കാം. ഇനിയിപ്പോ തിരക്കുള്ള ആളുകൾക്ക് കംപ്ലീറ്റ് ഫുഡാണ്, കണ്ടാൽ തന്നെ അറിയാം. അപ്പൊ മില്ലറ്റ്സിലൊക്കെ എന്ന് പറഞ്ഞാൽ പ്രോട്ടീനും ഉണ്ട്, കാർബോഹൈഡ്രേറ്റും ഉണ്ട്, രണ്ടും ഉണ്ട് അതിനകത്ത്. ഹൈ പ്രോട്ടീനാണ്, പിന്നെ ഗ്ലൈസീമിക് ഇൻഡെക്സ് വളരെ കുറവാണ് മില്ലറ്റ്സിന്റെ. പിന്നെ സൂചി ഗോതമ്പ് ഉണ്ട് അതിനകത്ത്, അതും ഈ പറഞ്ഞ പോലെ മുളപ്പിച്ച്
വറുത്ത് പൊടിക്കുന്നതാണ്. അപ്പോൾ കാർബോഹൈഡ്രേറ്റ്സും ഉണ്ട്, പ്രോട്ടീനും ഉണ്ട്, മിനറൽസും ഉണ്ട്, വൈറ്റമിൻസും ഉണ്ട്. അപ്പോൾ ഇത് അതിൻ്റെ കൂടെ ഈ നട്ട്സും കൂടെ ഒക്കെ ചേരുമ്പോൾ കംപ്ലീറ്റ് ഫുഡാണ്. നമ്മൾ വേറെ സപ്ലിമെന്റ്സ് ഒന്നും കഴിക്കണ്ട. ഇപ്പം എല്ലാവരും വൈറ്റമിൻ B12ഉം അതുപോലെ തന്നെ വൈറ്റമിൻ D, കാൽഷ്യം ഒക്കെ സപ്ലിമെന്റ്സ് എടുക്കുകയാണ്. മെഗ്നീഷ്യം, ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. സിങ്കിന്റെ ഒക്കെ ഏറ്റവും പ്രശ്നം എന്താ വെച്ചാൽ ഇതിലൊക്കെ സിങ്ക് ഉണ്ട്, പക്ഷെ അതിന്റെ അബ്സോർപ്ഷനെ തടയുന്ന ഫൈറ്റിക് ആസിഡ് ഉള്ളത് കൊണ്ടാണ് സിങ്ക് കറക്റ്റായിട്ട് കിട്ടാത്തത്. അങ്ങനെയാണ് അതിന്റെ ഡെഫിഷ്യൻസി വരുന്നത്. അപ്പോൾ ഒരു ഡെഫിഷ്യൻസി ഡിസീസസും ഇത് സ്ഥിരമായിട്ട് കഴിക്കണവർക്ക് വരില്ല. ഇനിയിപ്പം വണ്ണം കുറയ്ക്കണ്ട എന്നുള്ളവർക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ മധുരം ചേർത്ത് കഴിക്കാം, ശർക്കരയൊക്കെ നല്ലോണം ചേർത്ത് കഴിക്കാം. പിന്നെ ദോശയുടെ മാവിൽ, ഇഡ്ഡലിയുടെ മാവിൽ, പുട്ടിൻ്റെ മാവിലൊക്കെ അരിപ്പൊടിയുടെ കൂടെ വണ്ണം കുറയ്ക്കണ്ട എന്നുള്ളവർക്ക് അതിൻ്റെ കൂടെ ഇത് 1-2 ടീസ്പൂൺ ചേർത്തും കഴിക്കാം. ഡയറ്റ് ചെയ്യുന്നവർ ഇതുകൊണ്ട് മാത്രമുള്ള ഫുഡ്, അതിപ്പോൾ സരിത കഴിക്കുന്നതുകൊണ്ട് സരിതയ്ക്ക് അറിയാം, ഇതുകൊണ്ട് മാത്രമുള്ള ഫുഡ് പല വിധത്തിൽ ഉണ്ടാക്കി കഴിക്കാം. വെജിറ്റബിൾസ് ഒക്കെ ചേർത്ത് ഉപ്പുമാവാക്കാം, ദോശയാക്കാം, ഇഡ്ഡലിയാക്കാം. കഴിഞ്ഞ ദിവസം ഞാൻ അയച്ചു തന്നിട്ടുണ്ടായിരുന്നില്ലേ, നമുക്ക് ഇതിന്റെ അവസാനത്തെ ദിവസം നമുക്ക് ആ ലഡ്ഡു ഇവിടെ ഉണ്ടാക്കാം. എന്റെ ഫ്രണ്ടാണ് ഉമ അവിടെ US-ലാണ് ഇപ്പോ. അപ്പൊ അവിടെ നിന്ന് ഉണ്ടാക്കിയിട്ട് അതിന്റെ ഫോട്ടോ ഇതൊക്കെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. മിൽനട്ട്സ് കൊണ്ടല്ല ലഡ്ഡു, വളരെ ടേസ്റ്റിയാന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടാക്കി കുട്ടികൾക്ക് കൊടുക്കാം. അപ്പൊ ഇത് കഴിക്കാൻ ഇഷ്ടമില്ലാത്ത കുട്ടികൾക്ക് ഹൽവയായിട്ടോ ലഡ്ഡു ആയിട്ടോ ഒക്കെ ഉണ്ടാക്കിയിട്ട് കൊടുക്കുകയും ചെയ്യാം. അപ്പൊ ഇതാണ് ഇൻഗ്രീഡിയൻസ്. അപ്പൊ ഇത് ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് ഇതിൽ കുറച്ചെണ്ണം കുതിർത്ത് മുളപ്പിക്കാനുണ്ടല്ലോ, അതിനെ കുതിർക്കലാണ് ഇന്ന് ചെയ്യാൻ പോണത്. അതെ അതെ. ആദ്യത്തെ പരിപാടി ഇത് കുതിർക്കണേലും മുൻപ് ഇതൊന്ന് ചേറി വൃത്തിയാക്കണം. പക്ഷെ ഇത് ഫസ്റ്റ് ക്വാളിറ്റി ആയതുകൊണ്ട് തന്നെ ഇത് ചേരേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ എന്നാലും ഇവരൊന്ന് ചേറും, എന്തെങ്കിലും വല്ല പൊടിയും അതൊക്കെ ഉണ്ടെങ്കിൽ കളയാൻ വേണ്ടി. പേടിക്കാണ്ടിട്ടോളൂ കേട്ടാ. സൂചി ഗോതമ്പാണ് ഇപ്പൊ ചേറിയിട്ട് ഇങ്ങനെ വെള്ളത്തിലിടണത്. ഇനി ഇതുപോലെ ഓരോ ഇൻഗ്രീഡിയൻസും എടുക്കും. മുതിര അങ്ങനത്തെ സാധനങ്ങളൊന്നും ചെയ്യില്ലായിരുന്നു, അതെല്ലാതും ഫസ്റ്റ് ക്വാളിറ്റി ആയതുകൊണ്ട് തന്നെ അതിൽ കല്ലും മണ്ണൊന്നും ഉണ്ടാവില്ല. അത് നേരെ വെള്ളത്തിലിടും. പിന്നെ അഥവാ വെള്ളത്തിലിട്ടിട്ട് നമ്മൾ മുളപ്പിച്ചത് എടുക്കുമ്പോൾ കല്ലൊക്കെ ഉണ്ടെങ്കിൽ തന്നെ താഴെ പൊക്കോളൂ. ഇതിലേറ്റവും ദഹന പ്രശ്നം ഉണ്ടാക്കുന്ന സംഗതി ചോള കേട്ടോ. ആണോ? അത് വെള്ളത്തിലിട്ട് കുതിർത്ത് മുളപ്പിച്ചില്ലെങ്കിൽ പണി തരുന്ന സാധനം. പുല്ലുണ്ടല്ലോ റാഗി, ഈ റാഗിയിൽ മാത്രം നന്നായിട്ട് അഴുക്കുണ്ടാവും. അപ്പം അത് കഴുകി കണ്ട അതിൻ്റെ വെള്ളത്തിൻ്റെ കളറ്, അത് കഴുകി വെള്ളം കളഞ്ഞ് നന്നായിട്ട്. ഈ റാഗിയൊക്കെ മേടിച്ച് അങ്ങനെ പൊടിപ്പിക്കുന്നവർ വളരെ സൂക്ഷിക്കണം കേട്ടോ. കണ്ട അതിൻ്റെ അതിൽ കണ്ട അഴുക്കുണ്ടാവും നന്നായിട്ട്. നമ്മൾ റാഗിപ്പൊടിയൊക്കെ മേടിക്കാൻ കിട്ടുന്നതേ ഒരിക്കലും അവരിത് ചെയ്യില്ലല്ലോ, അവരങ്ങനെ തന്നെ പൊടിപ്പിക്കുള്ളൂ. അതുപോലെ വീട്ടിലും അതെ, പല ആൾക്കാരും റാഗി മേടിച്ച് പൊടിക്കുന്നവരുണ്ട്, നേരെ പൊടിക്കും. അത് പറ്റില്ല, ചെയ്യാൻ പാടില്ല. നന്നായിട്ട് കഴുകി ഉണക്കിയിട്ട് തന്നെ പൊടിക്കണം. അപ്പൊ ഇതുപോലെ ഇങ്ങനെ കഴുകി ചെളി കളഞ്ഞ് വീണ്ടും കഴുകി എന്നിട്ട് വേണം കുതിർക്കാനിടാൻ. വീട്ടിൽ ഉപയോഗിക്കുന്നവരും റാഗിയുടെ ദോശയും പുട്ടൊക്കെ ഉണ്ടാക്കണവരൊക്കെ ഇതുപോലെ റാഗി കഴുകി പിന്നെ വെള്ളത്തിലിട്ട് കുതിർത്ത് മുളപ്പിച്ച്, ഇനിയിപ്പോ നല്ല വെയിലല്ലേ, ഉണക്കിയിട്ട് പൊടിച്ചു വെക്കണം. മുളപ്പിച്ച് അങ്ങനെ ഉണ്ടാക്കണം. മുളപ്പിച്ച റാഗി എന്ന് പറഞ്ഞിട്ട് കിട്ടാനുണ്ട്, റാഗിപ്പൊടി എന്ന് പറഞ്ഞിട്ട് മാർക്കറ്റിൽ കിട്ടാനുണ്ട് ഇപ്പോൾ. പക്ഷെ ഇതുപോലെയൊക്കെ കഴുകി വൃത്തിയാക്കിയൊക്കെ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതേ. ഇനി ഇത് വീണ്ടും കഴുകും. ഇപ്പോൾ 24 മണിക്കൂർ കഴിഞ്ഞു. നമ്മുടെ മില്ലറ്റ്സ് ഒക്കെ ഭംഗിയായിട്ട് മുളച്ചിരിക്കുകയാണ് കേട്ടോ.
നമ്മൾ തിങ്കളാഴ്ചയായിരുന്നു വന്നിട്ടുണ്ടായിരുന്നേ. അന്ന് വന്നിട്ട് എല്ലാം കാണിച്ചു തന്നില്ല, ഇൻഗ്രീഡിയൻസ് എല്ലാം കാണിച്ചു തന്നില്ല. അതെല്ലാം നന്നായിട്ട് ചേറി അതിൻ്റെ ഇതൊക്കെ കളഞ്ഞ് കഴുകി കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. 3 ദിവസം കഴിഞ്ഞപ്പോൾ അത് നന്നായി മുളയൊക്കെ വന്നപ്പോൾ അതെടുത്ത് വെള്ളത്തിൽ നിന്ന് എടുത്ത് വെച്ച് പിന്നെ എന്താ ചെയ്തേ, ഡ്രയറിൽ വെച്ചു. ഇന്നിപ്പോൾ വെള്ളിയാഴ്ച ആയിട്ടാ. ഇന്നിപ്പോൾ അത് ഡ്രയറിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഉണക്കിയത് എടുക്കാൻ പോവാ. ചെറിയ ചൂടിലാണ് വെക്കുക. അപ്പോൾ 1.5 ദിവസത്തോളം ചെറിയ ചൂടിൽ, അതായത് വെയിലില് തണലിൽ ഉണങ്ങുന്ന രീതിയിലാണ് നമ്മൾ അതിനെ ഉണക്കിയെടുക്കുന്നത്. ഈ മുതിരയാണത്. മുതിര കണ്ട, റാഗിയുടെ മുളയൊക്കെ കണ്ട. റാഗി നന്നായിട്ട് മുള വന്നു. സൂചി ഗോതമ്പ്, നമ്മുടെ ഇൻഗ്രീഡിയൻസ് മൊത്തം ഡ്രയറിൽ നിന്ന് എടുത്തിട്ട് നിരത്തി വെച്ചിട്ടുണ്ട് ഇവിടെ. കണ്ട, ഇനിയിപ്പോ ഇത് ഏതൊക്കെയാണെന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ. മുളപ്പിച്ചതും കാണിച്ചിട്ടുണ്ട്, എല്ലാം ഭംഗിയായിട്ട് മുളച്ചിട്ടുണ്ട്. അടുത്ത പരിപാടി എന്ന് പറയുന്നത് ഇത് വറുക്കലാണ്. അതാണ് ഇനി ചെയ്യാൻ പോകുന്നത്. അതെ, വറുക്കുന്ന ടൈമിലാണ് അതില് പ്രത്യേകം നമ്മൾ ഓർക്കേണ്ട കാര്യം, എന്തിനാണ് ഈ പണി മുഴുവൻ എടുക്കുന്നത് എന്നുള്ളത് ഞാൻ പറഞ്ഞു. ഈ മില്ലറ്റ്സ് വളരെ പോഷക സമ്പുഷ്ടമാണ്. എല്ലാ വൈറ്റമിൻസും മിനറൽസും എല്ലാം ഇതിലുണ്ട്. ഹൈ പ്രോട്ടീൻ ആണ്, നല്ല സോല്യൂബിൾ ആൻഡ് ഇൻസോല്യൂബിൾ ഫൈബേഴ്സ് റിച്ച് ആണ്. പക്ഷേ ഇതിലൊരു ആന്റി ന്യൂട്രിയന്റ് ആണ് ഈ ഫൈറ്റിക് ആസിഡ് കണ്ടന്റ്. ഈ ഫൈറ്റിക് ആസിഡിനെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ട്, അതിൻ്റെ ആക്ഷനെ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വെള്ളത്തിലിട്ട് കുതിർത്ത്, ആ വെള്ളത്തിലിട്ട് കുതിർത്തുമ്പോൾ അതിൽ ഈ ഫൈറ്റിക് ആസിഡ് കുറെ അലിഞ്ഞു ചേർന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ആ വെള്ളം കളഞ്ഞോളാൻ പറയുന്നത്. അതല്ലെങ്കിൽ തന്നെ ഇതിൽ ന്യൂട്രിയൻസ് റിച്ച് ആണ്. ആ വെള്ളം പോയിക്കോട്ടെ. കാരണം ആ വെള്ളം ഉണ്ടെങ്കിൽ ഈ ഫൈറ്റിക് ആസിഡ് വീണ്ടും ചെന്നാൽ എന്തുണ്ടാവും? ഇത് മറ്റുള്ള ന്യൂട്രിയൻസിന്റെ അബ്സോർപ്ഷനെ തടയും കൂടെ ചെയ്യും. അതാണ് നമ്മുടെ ശരീരത്തിൽ സിങ്കിന്റെയും കാൽഷ്യത്തിൻ്റെയും ഒക്കെ കുറവ് പിന്നീട് ഉണ്ടാവും, അയേണിൻ്റെ ഒക്കെ കുറവുണ്ടാവും. പല ആൾക്കാരും പറയുന്നതായിട്ടുണ്ട്, ഞാൻ മില്ലറ്റ്സ് സ്ഥിരമായിട്ട് കഴിക്കുന്നുണ്ട്, റാഗി എന്നും കുറുക്കി കഴിക്കുന്നുണ്ട്, പക്ഷേ എനിക്ക് ഹീമോഗ്ലോബിൻ കുറവാണ്. എന്തുകൊണ്ടാണ്? പലപ്പോഴും സിങ്ക് ഡെഫിഷ്യൻസി ഉണ്ടാവും, കാൽഷ്യം ഡെഫിഷ്യൻസി ഉണ്ടാവും. ഇതിൻ്റെയൊക്കെ അബ്സോർപ്ഷനെ ഇത് കുറയ്ക്കുകയാണ് ഫൈറ്റിക് ആസിഡ്. അപ്പോൾ ആ ഫൈറ്റിക് ആസിഡിനെ ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട്, ഇതിൻ്റെ ന്യൂട്രിയൻസിൻ്റെ മുഴുവൻ ഗുണം ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ആദ്യം വെള്ളത്തിലിട്ട് കുതിർത്തു, അതിനുശേഷം അതിനെ മുളപ്പിച്ചപ്പോൾ ആ മുളപ്പിക്കുമ്പോൾ ഉണ്ടാവുന്ന ഗുണങ്ങളും കൂടി വന്നു. പ്രോട്ടീനൊക്കെ വളരെ ഈസിലി ഡൈജസ്റ്റബിൾ ആവും. പിന്നെ സോല്യൂബിൾ ഫൈബേഴ്സിന്റെ അളവ് കൂടും മുളപ്പിക്കുമ്പോൾ. അപ്പോൾ അതും കൂടി കിട്ടി. പിന്നെ അതിനുശേഷം ഇത് വറുത്ത് പൊടിക്കുന്ന സമയത്താണ് നമ്മൾ മറ്റേ അണ്ടിപ്പരിപ്പ് സംഗതികളൊക്കെ ചേർക്കുന്നത്. വറുക്കുന്ന സമയത്ത് ചേർക്കും. എന്നിട്ട് വറുത്ത് പൊടിച്ചെടുക്കുമ്പോൾ അതൊരു സമ്പൂർണ്ണ ആഹാരമാണ്. അപ്പൊ അതിന്റെ അർത്ഥം ഇത് കഴിക്കുന്ന ആളുകൾക്ക്, നല്ലോണം ഡയറ്റ് ചെയ്യണം, നന്നായി വണ്ണം കുറയ്ക്കുന്ന ആളുകൾക്ക് എപ്പോഴും ഡയറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്നത് ഈ പോഷകാഹാരക്കുറവാണ്. അറിയാലോ, വൈറ്റമിൻ ഡെഫിഷ്യൻസീസ് ഉണ്ടാവും, മിനറൽ ഡെഫിഷ്യൻസീസ് ഉണ്ടാവും. അപ്പൊ അതില്ലാതാക്കാൻ വേണ്ടിയിട്ട് ഈ മിൽനട്ട്സ് മാത്രം ഫുഡായിട്ട് ഉപയോഗിക്കാം 1-2 മാസം. അപ്പൊ എന്താ, അവർക്ക് യാതൊരു ഡെഫിഷ്യൻസീസും വരില്ല. എല്ലാം ഇതിലുണ്ട്. കാർബോഹൈഡ്രേറ്റ് ഉണ്ട്, പ്രോട്ടീൻ ഉണ്ട്, സോല്യൂബിൾ ഫൈബേഴ്സ് ഉണ്ട്, ഇൻസോല്യൂബിൾ ഫൈബേഴ്സ് ഉണ്ട്, എല്ലാം മിനറൽസും വൈറ്റമിൻസും ഉണ്ട്. ഇടയ്ക്ക് ചെറുനാരങ്ങ വെള്ളമൊക്കെ കുടിക്കുക. കാരണം ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ വൈറ്റമിൻ സിയുടെ അളവൊക്കെ പോകും. അതുകൊണ്ട് നാരങ്ങ വെള്ളം കുടിക്കുക, അല്ലെങ്കിൽ നെല്ലിക്ക വെള്ളം കുടിക്കുക. അതിന് ഈ മിൽനട്ട്സിന്റെ ഇത് ഭക്ഷണമായിട്ട് കഴിക്കുക. നമ്മുടെ മിൽനട്ട്സിൽ ഏറ്റവും കൂടുതൽ ചേർക്കുന്ന ഇൻഗ്രീഡിയന്റ് യവമാണ്. ഇപ്പൊ യവം മുളപ്പിക്കില്ല കേട്ടോ, മുളപ്പിക്കേണ്ട ആവശ്യമില്ല. വറുക്കാണ് ചെയ്യുന്നത് യവം. ആദ്യം യവം വറുക്കും. അരിയാണ്, ബാർലിയുടെ അരിയാണ്. ബാർലിയുടെ തോട് വലിപ്പാണ്, അതിന്റെ തോട് കളയും. അത് തോട് നല്ലതല്ല, ദഹിക്കില്ല. യവം അരിയാക്കുമ്പോ തന്നെ അതിന്റെ ദോഷം തീരും. അതുകൊണ്ടാണ് ആ അരിയാക്കുന്നത്. അപ്പൊ അതിന്റെ ആ തവിട് കളയും. തവിടല്ല, എന്താ പറയാ, ഉമ്മി. യവത്തിന്റെ ബാർലിയുടെ ഉമ്മി കളഞ്ഞിട്ടാണ് അരി ആക്കുന്നത്. ഇത് പാകമായിട്ടുണ്ട്. ഇനി ഇത് മാറ്റിയിട്ട് ഇനി അടുത്ത സാധനങ്ങൾ വറക്കും. മാത്രമാണ് ഒറ്റയ്ക്ക് വറുത്ത് മാറ്റി വെച്ചത്. അത് കുഞ്ഞു തരികളായ കാരണം ഇതിൻ്റെ ഒക്കെ ഒപ്പം ഇടാൻ പറ്റില്ല.
മുളപ്പിച്ച സാധനങ്ങളെല്ലാം ഇനി ഒരുമിച്ചാണ് ഇട്ടിട്ട് വറക്കാൻ പോണത് കേട്ടോ. അതെ, ചോളം ഇട്ടു, അടുത്തായിട്ട് മുതിര മുളപ്പിച്ചതിട്ടു, റാഗി, അടുത്തായിട്ട് നട്ട്സും ഇതിൽ കൂടെ തന്നെയാണ് കേട്ടോ വറക്കണത്, ഇതിൻ്റെ ഒപ്പം തന്നെയാണ് ചേർക്കണത്. ഇതിലത്തെ ഇൻഗ്രീഡിയൻസിൻ്റെ അളവ് വളരെ പ്രധാനമാണ്. ഇതിൽ തോന്നിയ പോലെ ഇത് എടുത്ത് ഒരു പ്രപ്പോർഷനിൽ ചേർത്താൽ ശരിയാവില്ല. ഇതിനൊരു പ്രത്യേകമായ ഒരു അളവുകളുണ്ട്, ഇതിന് പ്രപ്പോർഷൻ ഉണ്ട്. അതിൽ തന്നെ ഇത് ചേർക്കണം, ഓരോന്നും എടുക്കണം. അത് എത്രയാണെന്ന് നമ്മൾ പറയണില്ല കേട്ടാ, അത് സീക്രട്ടാണ്. ഇതിപ്പോ ആയിട്ടുണ്ട് കേട്ടാ, നല്ലൊരു വറവ് മണം വരുന്നുണ്ട്. അപ്പോൾ അതാണ് അതിൻ്റെ പാകം ആയോ എന്നുള്ള അറിയണത്, ആ മണമാണ്. അപ്പോൾ ആ മണം വന്നപ്പോൾ അത് തീയൊക്കെ ഓഫ് ചെയ്തു. ഇനി അത് മാറ്റി ചൂടാറിയതിന് ശേഷം നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള അയ്യാവും പിന്നെ ഇതൊക്കെ ചേർത്ത് പൊടിക്കും. അതാണ് നമ്മുടെ പരിപാടി. മിൽനട്ട്സ് ഉണ്ടാക്കാനായിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും വറുത്തത് ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്, ചൂടാറി. ഇനി ഇത് പൊടിക്കാൻ പോവാണ്. ഈ എല്ലാ ഐറ്റംസും പൊടിച്ച് അരിച്ച് കൊണ്ടുവച്ചിട്ടുണ്ട്. ഇനി പാക്ക് ചെയ്യാൻ പോവാണ്, നമ്മുടെ ബോട്ടിൽ നിറയ്ക്കാൻ പോവാണ് കേട്ടോ. അതെ, അവിടെ പാക്ക് ചെയ്യണതിൻ്റെ ഇടയിൽ ഈ മിൽനട്ട്സ് കൊണ്ട് ലഡു ഉണ്ടാക്കിയപ്പോൾ ഞാനാണെങ്കിൽ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വെറുതെ ഇരിക്കല്ലേ, 2 ലഡു ഞാൻ തിന്നു. ഭയങ്കര രസമായി ലഡു, എനിക്ക് ഹെൽത്തി ലഡു. അപ്പോൾ ഈ മിൽനട്ട്സ് കൊണ്ട് ലഡു ഉണ്ടാക്കണ വിധം നമുക്കൊരു ദിവസം കാണിക്കാട്ടാ. അടിപൊളി ലഡുവാണ്, ശർക്കരയാണ് ചേർത്തുന്നത്. അപ്പോൾ ബോട്ടിൽ അവിടെ പാക്ക് ചെയ്യുന്നിടത്തുനിന്ന് ഞങ്ങൾ എടുത്തു കൊണ്ടുവന്നു. 2 തരത്തിലാണ് പാക്ക് ചെയ്തുകൊണ്ട് 750 ഗ്രാമിൻ്റെയും 500 ഗ്രാമിൻ്റെയും 2 ബോട്ടിലാണ് പാക്ക് ചെയ്തുകൊണ്ട് കേട്ടോ. ഇതിനെക്കുറിച്ചിട്ടുള്ള ഒരുമാതിരി കാര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ പറഞ്ഞു കഴിഞ്ഞു. ഇനി എനിക്കുള്ള ഇതിലൊരു സംശയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മില്ലറ്റ്സ് എന്ന് പറഞ്ഞാൽ കുറേ തരമുണ്ട്. അതിൽ നിന്ന് കുറച്ച് ഐറ്റംസ് ആണ് നമ്മളിതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പം അതെന്തുകൊണ്ടാണ് എല്ലാതും എടുക്കാണ്ട് ഈ കുറച്ച് എണ്ണം മാത്രം സെലക്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്? കുറേ നേരം പറയേണ്ടി വരും കേട്ടാ, നമുക്കിരുന്ന് സംസാരിക്കാം. അപ്പൊ കുറച്ച് കാര്യങ്ങൾ പറയാം. ഇനി വഴി തെറ്റി കുറെ അധികം പോവുകയാണെങ്കിൽ സരിത ഇടയ്ക്ക് ഒന്ന് ഇന്റർവ്യൂ ചെയ്തോ. അത് മാത്രമല്ല, കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ അത് എഡിറ്റ് ചെയ്തിട്ട് ആവശ്യമുള്ളത് മാത്രം ഇട്ടാൽ മതി. എല്ലാവർക്കും ഭയങ്കര കൂടുതലായതുകൊണ്ട് പറയാൻ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പൂങ്ങനെ. അല്ല, നമുക്ക് ഇഷ്ടമുള്ള സബ്ജക്റ്റ് ആകുമ്പോൾ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. നമുക്ക് ആ ഇഷ്ടമുള്ളതാണല്ലോ ഓർത്തിരിക്കുക നമ്മള്. അതുകൊണ്ട് അപ്പം മില്ലറ്റ്സ് നമുക്ക് വളരെ താല്പര്യമുള്ള ഒരു സംഗതിയാണല്ലോ. കാരണം അത് വെച്ചിട്ട് തന്നെ പറഞ്ഞു തുടങ്ങാം. ഏറ്റവും താല്പര്യമുള്ള ഒരു സംഗതി ആവാൻ കാരണം എന്താണെങ്കിൽ, ഇത് നമ്മുടെ എല്ലാ വേദങ്ങളിലും പുരാണങ്ങളിലും ഒക്കെ മില്ലറ്റ്സിനെ കുറിച്ചിട്ടുള്ള പരാമർശങ്ങളുണ്ട്.
അപ്പം ഒരു ഉദാഹരണത്തിന് കേട്ടോ, ഞാൻ യവമാണ് ഇപ്പം നമ്മൾ എന്തുകൊണ്ടാണ് ഈ മില്ലറ്റ്സ് ഉപയോഗിച്ചതെന്നുള്ളതിന് സയന്റിഫിക് ആയിട്ടുള്ള കാരണങ്ങളുണ്ട്. അതായത് ഓരോന്നിൻ്റെയും പ്രോട്ടീൻ കണ്ടന്റ്, കാർബോഹൈഡ്രേറ്റ് കണ്ടന്റ്, ഓരോന്നിൻ്റെയും ഗ്ലൈസീമിക് ഇൻഡെക്സ്, ഓരോന്നിലുള്ള മിനറൽ കണ്ടന്റ്, വൈറ്റമിൻ കണ്ടന്റ്, ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ സെലക്ട് ചെയ്തേക്കണേ. പിന്നെ സോല്യൂബിൾ ഫൈബർ, ഇൻസോല്യൂബിൾ ഫൈബർ, ഇത് വെച്ചിട്ടാണ് ഈ സെലക്ഷൻ. നമ്മുടെ നട്ട്സും അങ്ങനെ തന്നെ. അപ്പോൾ ഞാൻ ഈ മില്ലറ്റ്സ് സെലക്ട് ചെയ്തപ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുടി തൊട്ട് കാല് വരെ ശരീരത്തിനെ മനസ്സിൽ വെച്ചു, എല്ലാ ഭാഗങ്ങളെയും കണക്കാക്കി. എന്നിട്ട് ഓരോന്നിനാണ് ഉൾഭാഗത്തും ഒക്കെ. അപ്പോൾ മുടിക്ക് നല്ലത്, കണ്ണിന് നല്ലത്, ഞാൻ അങ്ങനെ പറയാം കേട്ടോ, അപ്പോഴാണ് നല്ലത്. മുടിക്ക് നല്ലത്, കണ്ണിന് നല്ലത്, ഉദരത്തിന് ഏറ്റവും നല്ലത്, എല്ലാം ഉദരത്തിന് നല്ലത് തന്നെ, എന്നാലും പ്രത്യേകിച്ച് പാൻക്രിയാസിന് നല്ലത്, അല്ലെങ്കിൽ ഇൻസുലിൻ റെസിസ്റ്റൻസിനെ ഇല്ലാതാക്കുന്നത്. അതായത് ഷുഗർ പേഷ്യൻസിന് ഡയറ്റ് ചെയ്യുമ്പോൾ അവർക്ക് എല്ലാ മിനറൽസും വൈറ്റമിൻസും കിട്ടണം. ഒരു സൈഡ് ഡയറ്റ് ചെയ്യുമ്പോൾ ഏറ്റവും വലിയൊരു പ്രശ്നം മുടി കൊഴിയുന്നു, സ്കിന്ന് നാശാവുന്നു എന്നുള്ളതൊക്കെയാണ്. അതൊന്നും ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ ഫാറ്റ് പോകണം, ഫാറ്റി ലിവർ പോകണം. അപ്പൊ അങ്ങനെ ലൈഫ് സ്റ്റൈൽ ഡിസീസസിനെല്ലാം നന്നായിട്ടുള്ള മില്ലറ്റ്സ് ഏതൊക്കെയാണ്, നട്ട്സ് ഏതൊക്കെയാണ്, പൾസസ് ഏതൊക്കെയാണ്, ഇത് നോക്കിയിട്ടാണ് ഈ സെലക്ഷൻ. ഇനി ഞാൻ അത് ഓരോന്നും എങ്ങനെയാണെന്ന് പറയാൻ നിന്നാൽ മണിക്കൂറുകളോളം പറയേണ്ടി വരും. യവമാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയന്റ്. അത് എന്തിനാണ് ഗുണം ചെയ്യുക? അപ്പൊ യവം പറയാം, യവം മാത്രം പറയാം. യവം എന്ന് പറഞ്ഞാല് ഞാൻ പറഞ്ഞല്ലോ, അതിന്റെ കഥ എല്ലാത്തിനും മിഥോളജിക്കലി കുറെ റെലവൻസ് ഉണ്ട്. എല്ലാ മില്ലറ്റ്സിനെ കുറിച്ചിട്ടും നമ്മുടെ പുരാണങ്ങളിലൊക്കെ ഓരോന്നുണ്ട്. അപ്പൊ യവത്തിനെ കുറിച്ച് പറയുന്നത്, യവം ഉണ്ടായിട്ടുള്ളത് ബ്രഹ്മാവിന്റെ, അതായത് സ്രഷ്ടാവിന്റെ വിയർപ്പിൽ നിന്നും ശ്വാസത്തിൽ നിന്നുമാണെന്നാണ്. മനസ്സിലായില്ലേ? ബ്രഹ്മാവിന്റെ ശ്വാസവും വിയർപ്പുമാണ്, വിയർപ്പ് തുള്ളികളും കൂടി ചേർന്നിട്ടാണ് ഇത്ര യവം ഉണ്ടായിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് സ്രഷ്ടാവ് തന്നെ ഉണ്ടാക്കിക്കുന്നതാണ് അത്. അപ്പൊ അത്രയും മാഹാത്മ്യം അതിനുണ്ടെന്നാണ് അതിൽ നിന്ന് തന്നെ വരുന്നത്. പിന്നെ ഋഗ്വേദത്തിലെ പരാമർശമുണ്ട്, ഞാൻ പറഞ്ഞല്ലോ. പിന്നെ എല്ലാ പുരാണങ്ങളിലും, പിന്നെ വിഷ്ണു പുരാണത്തിലെ, ശിവപുരാണത്തിലൊക്കെ ഇതിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പൊ വിഷ്ണു പുരാണത്തിൽ എങ്ങനെയാണെങ്കിൽ നാട് മുഴുവനും ഒരു വരൾച്ച വന്നു. ആ വരൾച്ച വന്ന സമയത്ത് ജനങ്ങൾ മുഴുവനും വിഷ്ണുവിനെ പ്രാർത്ഥിച്ച് അദ്ദേഹം പ്രത്യക്ഷപ്പെട്ടിട്ട് യവമാണ് കൊടുക്കുന്നത്. എന്നിട്ട് ഒരു വരം കൊടുത്തു, എന്ന് വരെ യവം നിങ്ങൾ കൃഷി ചെയ്യുന്നു അക്കാലത്തോളം ഇവിടെ ഇനി ഫാമിൻ ഉണ്ടാവില്ല എന്ന്. അതുപോലെയുള്ളൊരു വരൾച്ച, പട്ടിണി ഒക്കെ ഉള്ള ഒരു കാലം ഇനി ഉണ്ടാവില്ല എന്ന് വരം കൊടുത്തു അത്രേ. അപ്പൊ അങ്ങനെ വിഷ്ണു പുരാണത്തില്. ശിവപുരാണത്തിലെ ശിവൻ ഏതാസുരനാന്ന് എനിക്ക് അത്ര പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല. ഒരു അസുരവധത്തിന് ശേഷം അദ്ദേഹത്തിന്റെ താപം, ആ ഉഷ്ണം ശമിപ്പിക്കാൻ വേണ്ടിയിട്ട് യവം കൊടുത്തു എന്നാണ്. അതുകൊണ്ടാണ് യവാന്നം ഇപ്പോഴും പല ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും ക്ഷേത്രങ്ങളിലൊക്കെ പ്രസാദമായിട്ട് യവാന്നം കൊടുക്കുന്നത്. ഇതൊക്കെ പുരാണാണ് കേട്ടോ. ആയുർവേദത്തിൽ പറയുന്നത് യവം ഏറ്റവും ഉത്തമമായിട്ടുള്ള, ചെറുധാന്യങ്ങളുടെ ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒന്നായിട്ടാണ് യവത്തിനെ പറയുന്നത്. യവത്തിനെ കുറിച്ച് പറയുന്നത് ലഘുവാണ്, ശീതമാണ്, അതിൻ്റെ ഒപ്പം തന്നെ ദുർമേധസ്സിനെ ഇല്ലാണ്ടാക്കുന്നതാണ്. ആ രീതിയിലാണ് ആയുർവേദത്തിൽ യവത്തിനെ കുറിച്ച് പറയുന്നത്. അപ്പൊ പ്രധാനമായിട്ടും മൂത്രാശയ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾക്കാണ്. അതിലാണ് ബാർലി വെള്ളം തിളപ്പിച്ച് കുടിക്കാറ്. അപ്പൊ ബാർലി വെള്ളം തിളപ്പിച്ച് മാത്രം കുടിക്കുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ആ പുറമേ ഉള്ള ഉമി നല്ലതല്ല. അതുകൊണ്ടാണ് നമ്മൾ ബാർലിയുടെ ഉമി കളഞ്ഞിട്ട് അത് വറുക്കാതെ തന്നെ, മുളപ്പിക്കാൻ പറ്റില്ലല്ലോ പിന്നെ, അതുകൊണ്ടാണ് അങ്ങനെ മുളപ്പിക്കാതെ എടുക്കുന്നത്. അതുകൊണ്ടാണ്. അപ്പോൾ അത് ഏറ്റവും അധികം ഗുണപ്രദമായിട്ടുള്ളത് ഈ മൂത്രാശയ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾക്കാണ്. അപ്പൊ യവം അത്രയേറെ ഒരു വിശിഷ്ടമായ സംഗതിയായിട്ട് പുരാണങ്ങളിൽ പോലും പറഞ്ഞിട്ടുണ്ട്, വേദങ്ങളിലും പുരാണങ്ങളിലും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ആധുനികമായ എല്ലാ തരം റിസർച്ചും അത് പ്രൂവ് ചെയ്തിട്ടുണ്ട്. യവത്തിന് അത്ര ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന്. അതുകൊണ്ടാണ് നമ്മൾ യവമാണ് ഏറ്റവും കൂടുതൽ അതിലെടുക്കുന്നത്. ഇതില് ആരും പറയാത്തൊരു കാര്യം, ഇതുവരെ നിങ്ങൾ മറ്റു യൂട്യൂബ് ചാനൽസിൽ നിന്നൊക്കെ കിട്ടുന്ന വിവരങ്ങൾ അതൊന്നും ഇല്ലാത്തത്. ഈ പുരാണം ഉണ്ടാവില്ല അതിൽ, ആരും അത് ഈ പുരാണം ഒന്നും നോക്കിയിരിക്കില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാനാണെങ്കിൽ ഒരു കാര്യത്തിനെ കുറിച്ച് പഠിക്കുമ്പോൾ അതിൽ A to Z അനലൈസ് ചെയ്യാൻ നോക്കും എല്ലാതും. അപ്പോൾ റിസർച്ച് പേപ്പേഴ്സ് ഒക്കെ പുതിയതായിട്ട് പബ്ലിഷ് ചെയ്തിട്ടുള്ള എല്ലാ റിസർച്ച് പേപ്പേഴ്സും നോക്കും ആദ്യം തന്നെ. നമ്മളൊരു സയന്റിസ്റ്റ് ആയതുകൊണ്ട് നമ്മുടെ കണ്ണെപ്പോഴും അങ്ങോട്ടാണ് പോവുക. പിന്നീട് രണ്ടാമത്തെ ഏറ്റവും താല്പര്യം ഇത് എങ്ങനെയാണ് നമ്മുടെ പുരാണങ്ങളിലും ശാസ്ത്രങ്ങളിലും വേദങ്ങളിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ഉള്ളതെന്നാണ്. അതും നോക്കും. എന്നിട്ട് ഇത് രണ്ടും കൂടി കമ്പയർ ചെയ്ത് കിട്ടുമ്പോൾ എനിക്കൊരു ഭയങ്കര ഒരു സന്തോഷമാണ്. ഇത് രണ്ടും കൂടി കമ്പയർ ചെയ്യും. നമുക്ക് ഓരോരുത്തർക്കും ഓരോ സന്തോഷമാണല്ലോ. അപ്പൊ എൻ്റെ ലൈഫിൽ മറ്റുള്ള സന്തോഷങ്ങളൊന്നും ഇല്ല. ഇത് വായിച്ചും അറിഞ്ഞും ഒക്കെ കിട്ടുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു ആനന്ദമാണ്. ഇത് പറയുമ്പോൾ അതിലേറെ ആനന്ദം. അതുകൊണ്ടാണ് ഞാൻ ഈ നിർത്താത്തത്, പറഞ്ഞു നിർത്താൻ പറ്റാത്തത് അതുകൊണ്ടാണ്. കേൾക്കാനും നല്ല രസമുണ്ട്. വേണമെങ്കിൽ ഇതിന്റെ ഒരു കഥ സീരീസ് വേണമെങ്കിൽ പറയാം. ഓരോ മില്ലറ്റിനെ കുറിച്ചിട്ട് ഇതുപോലത്തെ കഥകളുണ്ട്. എന്ത്
നമുക്ക് തമാശയും തോന്നും, രസവും തോന്നും. തിരുപ്പതി ഭഗവാനെ കുറിച്ചിട്ടൊക്കെ ആൾക്ക് മുറിവ് പറ്റുന്നതും ആ സമയത്ത് വരക് കൊണ്ട് ലേപനമിടുന്നതും അങ്ങനെയൊക്കെയുള്ള കഥകളുണ്ട്. ആ കഥകൾ വെച്ചിട്ടാണ് അവിടുത്തെ ഈ പ്രസാദങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നത്, നിവേദ്യങ്ങളൊക്കെ. നമ്മൾ ശ്രദ്ധിച്ചറിയാം, ക്ഷേത്രങ്ങളിലെ എല്ലാ നിവേദ്യങ്ങളും തന്നെ അത്യന്തം ഉത്തമമായിട്ടുള്ള പോഷകങ്ങളാണ്. അപ്പോൾ അതിന് ഈ ഒരു കഥ ഉണ്ടാക്കി പറയുന്നത് തന്നെ നിങ്ങൾ ആ ആവശ്യത്തിന് ഇത് ഉപയോഗിച്ചു എന്ന് പറയാനും കൂടിയിട്ടാണ്. മനസ്സിലായില്ലേ? അതിന് വേണ്ടിയിട്ടും കൂടിയിട്ടാണ് അത് പറയുന്നത്. അപ്പൊ കോപം തണുപ്പിക്കാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ശരീരം തണുപ്പിക്കാൻ ഇതിന് കഴിയും എന്നുള്ളത് പറയാതെ പറയുന്നു. അതാണ്, അത് കാണുമ്പോഴാണ് നമുക്ക് രസം. ഈ 5000-10000 വർഷങ്ങൾക്ക് മുമ്പ് അങ്ങനെ പറഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ. അന്ന് പറയാൻ പറ്റുന്നത് മോഡേൺ റിസർച്ചിൽ കൂടെ അല്ല പറയാൻ പറ്റുക. പക്ഷെ അതിനെ രസകരമായി അന്നത്തെ മനുഷ്യർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന രീതിയിലാണ് അതിനെ അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പൊ അതിനെ നമുക്ക് നല്ല രസമായിട്ട് തോന്നും അത് കേൾക്കുമ്പോൾ. അപ്പൊ യവത്തിന്റെ കാര്യം പറയുമ്പോൾ ആരും പറയാത്തൊരു കാര്യം, നമ്മളുടെ ഇവിടെ അതായത് SBMൽ വരുന്ന രോഗികൾക്ക് ക്രിയാറ്റിനിൻ കൂടുതലാണെങ്കിൽ നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത്, നമ്മുടെ മരുന്നുകൾ കൊടുക്കുന്നതിൻ്റെ ഒപ്പം തന്നെ അരിഭക്ഷണം ഒഴിവാക്കിയിട്ട് യവം മാത്രം ഭക്ഷണമായിട്ട് കഴിക്കാൻ പറയാറുണ്ട്. അതെൻ്റെ ഗുരുനാഥൻ ഡോക്ടർ OS കൃഷ്ണൻ നമ്പൂതിരിപ്പാട്, അദ്ദേഹമാണ് നമ്മളുടെ അടുത്ത് അങ്ങനെ ഒരു സംഗതി പറഞ്ഞു തന്നത്. അപ്പം എല്ലാ ഭക്ഷണവും മറ്റുള്ള എല്ലാതും ഉപേക്ഷിച്ചിട്ട് യവം കൊണ്ട് തന്നെ പുട്ട്, ദോശ, ഉപ്പുമാവ് എല്ലാം അതുകൊണ്ട് തന്നെ ഉണ്ടാക്കാം. യവം കൊണ്ട് തന്നെ പല രീതിയിൽ. നമ്മൾ എന്ത് ചെയ്തു, ആദ്യം തന്നെ ഒരു പരീക്ഷണം നടത്തി. ഇതുപോലെ ക്രിയാറ്റിനിൻ അല്പം കൂടി വരുന്ന ആളുകളെടുത്ത് മരുന്നൊന്നും കൊടുക്കില്ല, നിങ്ങൾ ഭക്ഷണം മുഴുവനും യവം കൊണ്ടാക്ക്, അരിയും ഗോതമ്പൊക്കെ ഒഴിവാക്ക്, യവം കൊണ്ട് മാത്രം ഭക്ഷണം കഴിക്കാൻ പറയും. കഞ്ഞിയോ ചോറോ ഉപ്പുമാവോ പുട്ടോ ദോശയൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ പറയും. അതിശയകരാണ് അതിൻ്റെ റിസൾട്ട്. നമുക്ക് എന്തെങ്കിലുമൊക്കെ അതൊരു സയന്റിഫിക് പേപ്പറായിട്ട് പബ്ലിഷ് ചെയ്യണമെന്നുണ്ട്, അത്രയും ഡാറ്റ കിട്ടിക്കഴിഞ്ഞാൽ. അത്ര അതിശയിപ്പിക്കുന്ന റിസൾട്ട്. ഈ ഷുഗർ ഉള്ളവർക്ക് ആണ് ക്രിയാറ്റിൻ അല്ലെ, കിഡ്നിനെ ബാധിച്ചിട്ട് ക്രിയാറ്റിൻ പല കാരണങ്ങളെ കൊണ്ടുണ്ടാവും ഷുഗർ. അതിന് അതായത് ഡയബറ്റീസിന് അതിനൊരു കാരണം മാത്രമാണ്. അപ്പൊ ഈ യവത്തിന്റെ ഒരു പ്രത്യേകത, അത് ഇൻസുലിൻ റെസിസ്റ്റൻസിനെ നന്നായി കുറയ്ക്കുന്നുണ്ട്. അങ്ങനെയാണ് അത് ഷുഗർ കുറയ്ക്കുന്നത്. അതായത് ബ്ലഡിലും യൂറിനിലുള്ള ഏറിയ ഷുഗറിനെ കുറയ്ക്കുന്നത്. ഷുഗർ കുറയ്ക്കുന്നതെന്ന് പറയാൻ പാടില്ല, കാരണം നമ്മൾ പറയുമ്പോൾ അങ്ങനെ പറയുന്നേ ഉള്ളൂ. കാരണം ഷുഗർ ഇല്ലാണ്ട് ജീവിതമില്ല, അറിയാലോ. കൊളസ്ട്രോളും ഷുഗറൊക്കെ നമുക്ക് മനുഷ്യന് അത്യാവശ്യമാണ്. അതിന്റെ ബാലൻസ് തെറ്റുമ്പോൾ മാത്രമാണ് കുഴപ്പമുള്ളൂ. അപ്പൊ ആ രീതിയിലാണ് നമ്മൾ യവൻ തെരഞ്ഞെടുത്തത്. ഇപ്പൊ മനസ്സിലായില്ലേ? അതേപോലെ എല്ലാം ഓരോന്നിനെ കുറിച്ചും പറയേണ്ടി വരും. ഇതിലുള്ള ഓരോ നട്ട്സും സീഡ്സും പൾസസും ഒക്കെ അതിന്റെ കഥകളും ഉപകഥകളൊക്കെ ആയിട്ട് പറയേണ്ടി വരും. അത് ഓരോന്നിനും ഏത് അവയവത്തിനാണ് ഗുണം ചെയ്യണത്, അതെ, എങ്ങനെയാണ് വരണേ, അതിന്റെ പുരാണത്തിൽ എന്താണ് പറയുന്നത്, വേദങ്ങളിൽ എന്താണ് പറയുന്നത്, മോഡേൺ സയൻസ് എന്താണ് പറയുന്നത് എന്നൊക്കെ പറയേണ്ടി വരും. ഇതൊരു അതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഈ സെലക്ഷൻ. ഇതിലൊരു 10-ലധികം ഇൻഗ്രീഡിയൻസ് ഉണ്ട്. എത്ര ഉണ്ടെന്ന് കൃത്യമായിട്ട് എനിക്ക് അറിയില്ല. അപ്പൊ ഈ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് എടുക്കുന്ന പ്രപ്പോർഷൻ ഒരുപോലെയല്ല, പലതും പല പോലെ. പറഞ്ഞില്ലേ, യവമാണ് ഏറ്റവും കൂടുതൽ. ഇതിന് ഓരോന്നിനും ഒരു കൃത്യമായ അളവുണ്ട്. ആ ഒരു പ്രപ്പോർഷനിൽ തന്നെ എടുത്ത് മിക്സ് ചെയ്താലേ ഇതിന് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഗുണം കിട്ടുള്ളൂ. അതിലത്തെ ചില ഇൻഗ്രീഡിയൻസ് കൂടിയാൽ പ്രശ്നമാണ്, കുറഞ്ഞാലും പ്രശ്നമാണ്, അല്ലേ? അങ്ങനെയുണ്ട് കേട്ടോ. അപ്പൊ ആ പ്രപ്പോർഷൻ എന്താണെന്ന് നമ്മളിവിടെ, അത് ഞങ്ങളുടെ രഹസ്യമാണ്, അത് പറയുന്നില്ല. പറയുന്നതിന് വിരോധമൊന്നുമില്ല, അത് ഉണ്ടാക്കണവരുണ്ടാക്കിക്കോട്ടെ. പിന്നെ വേറൊരു ചോദ്യമുണ്ട്, കുറെ പേര് പറയും ഇത്ര രൂപ കൊടുത്തിട്ട് വാങ്ങിക്കാൻ പറ്റാത്തവർക്ക് വേണ്ടിയിട്ട് പറയാണ്. മില്ലറ്റ്സ് പറഞ്ഞല്ലോ, ഇതിൽ ഈ ഫൈറ്റിക് ആസിഡ് ഉള്ളത് കൊണ്ടാണ് അതൊരു ആന്റി ന്യൂട്രിയന്റ് ആണ്, ഒരേ സമയത്ത് തന്നെ ആന്റി ഓക്സിഡന്റ് ആണ്, പക്ഷെ ആന്റി ന്യൂട്രിയന്റ് ആണ്. അപ്പൊ അതിന്റെ ഗുണം കിട്ടാൻ വേണ്ടിയിട്ടാണ്, അതിന്റെ ഗുണമല്ല, അതിന്റെ ഗുണം അതിന്റെ ആ പ്രഭാവത്തിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പണി മുഴുവൻ എടുക്കുന്നത്. കുതിർക്കുന്നു, മുളപ്പിക്കുന്നു, പിന്നെ അത് കഴിഞ്ഞിട്ട് ഉണക്കുന്നു, വറുക്കുന്നു, പൊടിക്കുന്നു, ഇത്രയും ചെയ്യുന്നത് തന്നെയാണ്. ഇനി നമ്മൾ വേവിക്കും. ഇപ്പൊ ചൂടുവെള്ളം, ഇത് വെറുതെ ഒരു ടീസ്പൂൺ കഴിച്ചിട്ട് ചൂടുവെള്ളം കുടിക്കുകയും ചെയ്യാം കേട്ടോ. കോളേജിലും സ്കൂളിലൊക്കെ പഠിക്കണ, അല്ല ഹോസ്റ്റലിലൊക്കെ ഉള്ള കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കിയിട്ടാണ് കഴിക്കണത്. അപ്പൊ അത് പലതരത്തിലുള്ളത് ഉണ്ടാക്കാം. ഇപ്പൊ നമ്മൾ ലഡ്ഡു ഉണ്ടാക്കിയില്ലേന്ന്, അതുപോലെ ടേസ്റ്റിൽ കുട്ടികൾക്ക് കൊടുക്കണമെങ്കിൽ ലഡ്ഡു ഉണ്ടാക്കാം. മുടി കൊഴിച്ചിലുള്ള ആളുകൾക്കൊക്കെ ഇതുപോലെ തേൻ ചേർത്തിട്ടോ ശർക്കര ചേർത്തിട്ടോ ഒക്കെ ഇങ്ങനെ ലഡ്ഡു ഉണ്ടാക്കി എല്ലാ ദിവസവും ഒരു ദിവസം ഒരു ലഡ്ഡു വെച്ചിട്ട് കഴിക്കാം. അപ്പോൾ നമ്മള് ഇത് അഫോർഡ് ചെയ്യാൻ പറ്റാത്ത കുറെ ആൾക്കാരുണ്ടാവും. അങ്ങനെയുള്ള ഒരു കമന്റ് ചെയ്യും, ഞങ്ങൾക്ക് ഇത് ഇങ്ങനെ ശരിയാണ്, നമ്മൾ ഈ പണി മുഴുവൻ എടുത്തിട്ടാണെന്നുള്ളതൊക്കെ ആളുകൾക്ക് മനസ്സിലാവും. പക്ഷെ അത് വീട്ടിൽ വെറുതെ ഇരിക്കുന്നവർക്ക് ഇത് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാവും. അപ്പൊ അവർ ഇതുപോലെ ചെയ്തോട്ടെ. വീട്ടിലെ തന്നെ മില്ലറ്റ്സ് എടുത്ത് ഇതുപോലെ കഴുകി വൃത്തിയാക്കി പലരും ഈ മില്ലറ്റ്സ് ഒക്കെ ഉപയോഗിക്കുന്നവരുണ്ട്. അതുവരെ വാങ്ങി അവര് ഡയറക്റ്റ് ആയിട്ട് പൊടിപ്പിച്ച് കഴിക്കുക ചെയ്യാ. അതിന് പകരം ഇങ്ങനെ കുതിർത്തി മുളപ്പിച്ചിട്ടൊന്നും ചെയ്യാറില്ല. അപ്പൊ ഇത്ര നാൾ അങ്ങനെ ചെയ്തോണ്ടിരിക്കുന്നവരോട് നമ്മൾ പറയുകയാണെങ്കിൽ സത്യം പറഞ്ഞ അതിന്റെ ഗുണങ്ങളൊന്നും ഇതുവരെ കിട്ടിയിട്ടില്ല. ശരിയായ ഗുണങ്ങൾ കിട്ടാൻ മില്ലറ്റ്സ് ആണ് കഴിക്കുന്നതെന്നുള്ള ഒരു സമാധാനത്തിൽ ഇരിക്കണ്ടാവും. പക്ഷെ അതുകൊണ്ട് പ്രയോജനമില്ല. സത്യം. ഇനി ചെയ്യുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, മില്ലറ്റ്സ് ഉപയോഗിക്കുന്നവർ അല്ലെങ്കിൽ ഇനി ഉപയോഗിക്കണം എന്നുള്ളവര് ഇത് വാങ്ങിച്ചിട്ട് നന്നായി കഴുകി കുതിർത്തി മുളപ്പിച്ച് എന്നിട്ട്
ഉണക്കി വറുത്ത് പൊടിച്ച് വെക്കാം. പിന്നെ എന്ത് വേണമെങ്കിൽ ഉണ്ടാക്കാം. അതന്നെ അങ്ങനെ പിന്നെ മില്ലറ്റ്സ് ഇതുപോലെ ഈ പ്രൊപ്പോർഷനിൽ എടുത്തില്ലെങ്കിലും ഓരോ മില്ലറ്റ്സും ഇതുപോലെ ചെയ്തിട്ട് സെപ്പറേറ്റ് ആയിട്ട് വെച്ച് ഓരോ ദിവസം ഓരോന്ന് മാറി മാറി മില്ലറ്റ്സ് കഴിക്കാം. അതിന് വേറെ ഗുണമാണ്. പറഞ്ഞല്ലോ, ഓരോ മില്ലറ്റിനും ഓരോ അവയവങ്ങളെയാണ് അത് പരിപോഷിപ്പിക്കുന്നത്. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഈ മില്ലറ്റിൽ ഫൈറ്റിക് ആസിഡ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ഈ ഫൈറ്റിക് ആസിഡിനെ ഡൈല്യൂട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ അതിന്റെ ആക്ഷൻ ഇല്ല നിർവീര്യമാക്കുന്നത് ഫൈറ്റേസ് എന്ന് പറഞ്ഞ എൻസൈമാണ്. അപ്പൊ ഈ ഫൈറ്റേസ് ഉള്ള നാച്ചുറൽ ആയിട്ടുള്ള ചില സംഗതികളുണ്ട്. അതായത് ഡയറക്റ്റ് ഫൈറ്റേഴ്സ് ആക്ഷൻ ഉള്ളതും ഇൻഡയറക്റ്റ് ഫൈറ്റേഴ്സ് ആക്ടിവിറ്റി ഉള്ള സംഗതികൾ നമ്മുടെ ഭക്ഷണത്തിൽ തന്നെ ചേർക്കുന്ന കോണ്ടിമെന്റ്സിൽ പലതിലും ഉണ്ട്. അപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പം നമ്മുടെ ഭക്ഷണത്തിൽ ഉലുവ, മല്ലി, കടുക്, ജീരകം. ഉലുവ, മല്ലി, കടുക്, ജീരകം. ഞാൻ ഇതൊക്കെ ഇങ്ങനെ ഇതാക്കും. ഇത് ഞാനിപ്പോൾ ഉമാക്കാജി എന്നാണ് ആക്കിക്കണത് കേട്ടോ. മനസ്സിലായി? അതാണ് ഞാൻ ഇങ്ങനെ എണ്ണി പറയുന്നത്. അപ്പൊ എപ്പോഴായാലും ഓർമ്മ വരും. ഉമ എന്ന് പറഞ്ഞാൽ എന്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്താണ്. ഈ ലഡു ഉണ്ടാക്കി എനിക്ക് അയച്ചു തന്നു എന്ന് പറഞ്ഞില്ലേ. അപ്പൊ ഉമാക്കാജി. അതുകൊണ്ടാണോ ആ ടാബ്ലറ്റ് ഉമ ടാബ്ലറ്റ്? അതെ 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 ശരിക്കും. അപ്പൊ ഉമ്മ കഴിഞ്ഞ മാസം വന്നിരുന്നു ഇവിടെ, US-ലാണ്. അപ്പൊ ഉമ്മയുടെ ഉലുവ, മല്ലി, കടുക്, ജീരകം, ഇതിൽ 4ലും ആക്റ്റീവ് ആയിട്ടുള്ള ഫൈറ്റേഴ്സ് ഉണ്ട്. അതുകൊണ്ടാണ് ഇത് നമ്മൾ ഭക്ഷണത്തിൽ ധാരാളമായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങിയത്. പണ്ടുള്ളവർക്ക് അവര് ഇങ്ങനെ പലതരം പരീക്ഷണം കൂടുതൽ ജീരകം ഉപയോഗിക്കണം. നമ്മൾ അധികം ഉപയോഗിക്കില്ല. ശരിക്കും എല്ലാത്തിലും തമിഴ്നാട്ടിലും അതെ നല്ല ജീരകം എന്ന് പറയുന്നത് തന്നെ വെറും ജീരകമല്ല പറയണത്, നല്ല ജീരകം എന്ന് അതിന് പറയണം. നല്ല എണ്ണ, നല്ല ജീരകം എന്നൊക്കെയാ പറയുന്നത്. കാരണം ഇതിലുള്ള മറ്റുള്ള പ്രത്യേകിച്ചും ഈ കടല, പയറ്, പരിപ്പ്, മുതിര അങ്ങനത്തെ സാധനങ്ങളൊക്കെ വേവിക്കുമ്പോൾ തീർച്ചയായിട്ടും ഇതെല്ലാം ഇടും. ഇനി ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ആക്ഷനുള്ള കുറെ സംഗതികളുണ്ട്. അതാണ് കുരുമുളക്, കായം. നമ്മൾ നോക്കിയാൽ അറിയാം അതൊക്കെ ഭക്ഷണത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. ഒന്നുകിൽ ഇപ്പൊ വെളുത്തുള്ളി, ഉള്ളി, ഇത് ഉപയോഗിക്കാത്ത ആൾക്കാർ ഇഞ്ചി, ചുക്ക്, ഇത് ഉപയോഗിക്കാത്ത ആൾക്കാർ വെളുത്തുള്ളിയും ഉള്ളിയും ഉപയോഗിക്കാത്ത ആൾക്കാർ നിങ്ങൾ നോക്കിക്കോ ധാരാളമായിട്ട് കടുകും കായം ഉപയോഗിക്കും. അപ്പൊ ഇതൊക്കെ പണ്ട് കാലത്ത് പലതരം ഭക്ഷണശാല എന്ന് പറഞ്ഞ ഒരു പരീക്ഷണശാല തന്നെയാണ് പണ്ട്, അല്ലേ? നമ്മുടെ അടുക്കള എന്ന് പറഞ്ഞാൽ അവിടെ ഏറ്റവും കുറച്ചും മറ്റതും മറിച്ചതൊക്കെ ചേർത്ത് നോക്കി ഏതാണോ വയറിന് സുഖമുള്ളതെന്ന് അവർ കണ്ടെത്തിയിട്ടുണ്ടാവും. എന്തായിരിക്കുമ്പോഴാവുമ്പോൾ അവർക്ക് ഭക്ഷണം ശരിയായ രീതിയിൽ ദഹിക്കുന്നത്, എപ്പോഴാണ് ഭക്ഷണം കഴിക്കുമ്പോൾ അതിന്റെ ഉണർവ് ഉന്മേഷമൊക്കെ നമ്മുടെ ശരീരത്തിന് വരുന്നത്. ഇത് കാലങ്ങളെ കൊണ്ടുള്ള നിരീക്ഷണത്തിൽ കൂടെയാണ് നമ്മൾ ഈ കടുകും ഉലുവയും ജീരകമൊക്കെ. അപ്പൊ നമുക്കല്ലേ അതൊക്കെ ടേസ്റ്റ്. വിദേശത്ത് പോയാൽ അതൊന്നും അവർക്ക് ടേസ്റ്റ് അല്ല, നമ്മൾ കഴിച്ചു പഠിച്ചിട്ട് ടേസ്റ്റ് ആയത്. അപ്പൊ ആദ്യം ഇതൊക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ തുടങ്ങിയത് തികച്ചും ശാസ്ത്രീയമായിട്ടാണ്, യാതൊരു സംശയമില്ല. അപ്പൊ ഇതൊക്കെ ടേസ്റ്റിന് വേണ്ടി ചേർക്കുന്നതാന്ന് നമ്മൾ വിചാരിക്കുക. പക്ഷെ ഇതിന് വേറെ ചില ഉപകാരങ്ങളുണ്ട്. അതാണ്. അപ്പൊ ഇത് ഉലുവ കണ്ടില്ല, ഇപ്പൊ ദോശ ഉണ്ടാക്കുമ്പോൾ ഉഴുന്നുണ്ട്. ഉഴുന്നില് ഭയങ്കര ഫൈറ്റിക് ആസിഡാ. അപ്പൊ ഉഴുന്നും അരിയും മരുന്നുകൊണ്ടാണ് അതിൽ ഉലുവ ഇടുന്നത്. നമ്മൾ വെറുതെ പൊങ്ങാൻ മാത്രല്ല, ധാരാളം ഉലുവ ഇട്ടാൽ കൂടുതൽ നല്ലതാണ്. ഉലുവ ഞാൻ കേട്ടിട്ടുള്ളത് ദോശ ഉണ്ടാക്കുമ്പോ ഒരു മണം കിട്ടും. അത് ആ മണം നമുക്ക് ഇഷ്ടായത് എങ്ങനെയാണ്? കാലങ്ങളെ കൊണ്ട് നമ്മളത് കഴിച്ചു പഠിച്ചതുകൊണ്ടാണ്. ഇപ്പൊ വെളുത്തുള്ളി ചേർത്തിട്ട് ഭക്ഷണം കഴിക്കണവർക്ക് അതിന്റെ മണം നല്ല ഇഷ്ടമാണ്. എനിക്ക് വെളുത്തുള്ളി വന്നാൽ എനിക്ക് തീരെ ഇഷ്ടമല്ല ആ മണം. അപ്പൊ അതൊക്കെ നമ്മുടെ പരിചയം മാത്രമാണ്. അപ്പൊ ഇതിന്റെ ഒക്കെ ഓരോരോ ധർമ്മങ്ങളുണ്ട് ഇതെല്ലാം. അപ്പൊ ചിലതിന് അതിലടങ്ങിയിരിക്കുന്ന വൈറ്റമിൻസിനും മിനറൽസിന്റെ ഒക്കെ അബ്സോർപ്ഷൻ കൂട്ടുക എന്നുള്ള പരിപാടിയായിരിക്കും. ചിലതിൽ ഓൾറെഡി തന്നെ അതൊക്കെ ഉണ്ടാവും. അപ്പൊ ദഹനത്തിനെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. അപ്പൊ ചെയ്യാവുന്ന ഒരു കാര്യം, ഈ മില്ലറ്റ്സ് തയ്യാറാക്കി വെക്കുമ്പോൾ അതിന്റെ കൂടെ ഇത് പൊടിച്ചു വെക്കുക. ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ഈ നോർത്ത് ഇന്ത്യൻസ് ഒക്കെ ഓരോ മസാലകൾ പൊടിച്ചു വെക്കില്ലേ, അതുപോലെ കടുക്, ഉലുവ, ജീരകം, മല്ലി ഒന്ന് ചൂടാക്കി പൊടിച്ചു വെച്ചേക്കുക. അപ്പൊ ഒരു ടീസ്പൂണിട്ട് വെള്ളം കുടിക്കോ അല്ലെങ്കിൽ ഈ ഭക്ഷണത്തിന്റെ കൂടെ അത് കഴിക്കും കൂടെ ചെയ്തു കഴിഞ്ഞാൽ ഈ പ്രശ്നമില്ല. ഇത് ഒരു പരിധി വരെ ഈ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ടിരിക്കും. അപ്പൊ ഈ നിങ്ങൾ ഇത്രയും വിലക്കുള്ള സാധനം തന്നാൽ ഞങ്ങൾക്ക് എങ്ങനെ ഇത് മേടിക്കാൻ പറ്റുമെന്ന് കുറെ പേര് പറയും. അപ്പൊ അവരോടുള്ള ഇതാണ് കേട്ടോ. കാരണം നമ്മളൊരു ഒരു ഫാക്ടറിയിൽ നിന്ന് ഇത്രയും പേർക്ക് ശമ്പളം കൊടുത്ത് ഇത്രയും പണികളൊക്കെ എടുത്ത് നമ്മൾ ഈ ഒരു പ്രോഡക്റ്റ് ആയിട്ട് പുറത്തേക്ക് വരുമ്പോൾ അതും കൃത്യമായി എല്ലാം ഏറ്റവും നല്ല ക്വാളിറ്റി സംഗതികൾ മാത്രം മേടിച്ച് അത് ഇതേപോലെ ക്ലീനിങ് പ്രോസസ്സിൽ കൂടെ പോയി ഇതിനെല്ലാം ചെയ്ത് പുറത്തേക്ക് വരുമ്പോൾ എന്തായാലും അതിന്റെ ടാക്സും പിന്നെ ഈ സംവിധാനങ്ങൾക്കുള്ള ചെലവുകൾ മുഴുവൻ വരില്ലേ. അപ്പൊ ഈ റേറ്റ് വരും. അപ്പൊ ഇനി ഇതിന്റെ വില 750 ഗ്രാമിന് 799 രൂപയും 500 ഗ്രാമിന് 599 രൂപയാണ് വില. പാർസൽ ചാർജ് എക്സ്ട്രാ ട്ടാ. ഈ നമ്പറിൽ വിളിച്ചാൽ മതി.